എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രോഹിണി നക്ഷത്രത്തിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഈ 1202 ആണ്ട് മലയാള പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. മലയാള പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം അത് രോഹിണി നക്ഷത്രത്തിന്റെ ഫലമാണ്. ഇവർക്ക് വേഴം 3 വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് 4 വീണ്ടും 3 മാറി മാറി വരുന്ന ഒരു സമയം കൂടിയാണ്. വർഷാദ്യം കഠിനാധ്വാനം വേണ്ടിവരുന്ന ഒരു കാലമായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. അതായത് ഈ വർഷത്തിന്റെ ആദ്യം ഇവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ട സമയങ്ങളാണ് ഉള്ളത്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ അമിതമായ പ്രയത്നം ഇവർ ചെയ്യേണ്ടതായിട്ടും വരും. സഹോദര ഗുണത്തോടൊപ്പം തന്നെ ധൈര്യവും സാമർഥ്യവും ചേർന്ന് വരുന്ന സമയങ്ങളും ഇവർക്കുണ്ടാവും. അതായത് സഹോദര ഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം തന്നെ ധൈര്യവും ധൈര്യപൂർവവും സാമർഥ്യപരവുമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിച്ചെന്നു വരും. ദൂരയാത്രകളിൽ അലച്ചിൽ വരാതെ ശ്രദ്ധിക്കണം. ഇവർക്ക് ദൂരയാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ അലച്ചിൽ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. വർഷം പകുതിയാവുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും ഇവർക്ക്. അതായത് വർഷം പകുതിയാവുമ്പോൾ അപ്പൊ വേഴത്തിന്റെ മാറ്റം ഇവരിൽ അനുഭവപ്പെടും. അപ്പോൾ 4 വേഴം സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പൊ അന്നേരം ഇപ്പൊ 3 വേഴം അന്നേരം 4 മാറും. അതായത് വേഴം ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇവർക്ക് ആ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. 4 വേഴമാണ് അങ്ങനെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുന്ന സമയമാണത്. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും. ഗൃഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം നടത്താനും വീട് പുതുക്കി പണിയാനും വീട് മോടി പിടിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹന നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ വാഹനത്തിൽ നിന്നും വരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മുൻപ് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും അലച്ചിലുകൾക്കും ഇവർക്ക് ശമനമുണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവെ വർഷാദ്യം ചില പ്രയാസങ്ങൾ നേരിട്ടാലും വർഷം പകുതിയാവുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ രോഹിണി നക്ഷത്രക്കാരുടെ മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.